പാലക്കാട് മുണ്ടൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം, ഒരു മരണം. ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത്. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നു. അജിത് ബാബു ഉണ്ട് വിവരങ്ങളുമായി. അജിത്ത്, ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു കാട്ടാന ആക്രമണത്തിൽ. ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ? സങ്കടകരമായ വാർത്തയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാടിൻ്റെ ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് കാട്ടാനയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നൽകാത്ത ദിവസമില്ല. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ ദിവസം ഇത്തരത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 3:30 സ്വന്തം വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ സാഹചര്യത്തിലാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രിയോടുകൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ RRT സംഘം ഉൾപ്പെടെ വളരെ പണിപ്പെട്ട് കാട് കയറ്റിയ ആന തന്നെയാണ് തിരിച്ചിറങ്ങി വന്ന് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആന ആ പ്രദേശത്ത് തുടരുകയായിരുന്നു. ഇപ്പോൾ ആ പ്രദേശത്ത് നിന്ന് പോയിട്ടുണ്ട്, അതായത് ഈ വീടിൻ്റെ പ്രദേശത്തു നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ആന ഇപ്പോഴും കാട് കയറിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ വീടിൻ്റെ പ്രദേശത്തു നിന്ന് മാറിയെങ്കിലും ആന മറ്റ് സ്ഥലങ്ങളിൽ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഏതാണെങ്കിലും വലിയ തരത്തിൽ 2 മക്കളാണ്, കൃഷിപ്പണിക്കാരനാണ്, ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ സങ്കടകരമായ സാഹചര്യമാണ് ഉള്ളത്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരമാകെ ഇത്തരത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രാവിലെ 3:30 കൃത്യമായി സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കുമാരൻ എന്ന് പറയുന്ന ആൾ ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആന ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ, പ്രധാനപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ആനയുടെ കൃത്യമായ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് കൂടുതൽ ആളുകൾ ഉൾപ്പെടെ വീട്ടിലേക്ക് എത്തുന്നതിൽ നിലവിൽ തയ്യാറായിട്ടില്ല. കാരണം ഏത് നിലയ്ക്കാണ് സാഹചര്യം എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് കുറച്ചുകൂടി പുലർന്നിട്ട് വീട്ടിലേക്ക് എത്താമെന്നുള്ള നിഗമനത്തിലാണ് നാട്ടുകാരൊക്കെ തന്നെ ഉള്ളത്. ഏതാണെങ്കിലും അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ്, വേദനിപ്പിക്കുന്ന സാഹചര്യം തന്നെയാണ്. ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും വന്യജീവി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ ഒരു മനുഷ്യന് കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മുണ്ടൂർ തന്നെ നേരത്തെ തന്നെ അലൻ ജോസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് കഴിഞ്ഞ ഏപ്രിലാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കാട്ടാന ആക്രമണത്തിൽ വീണ്ടും ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്നതാണ്. നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരൊക്കെ ആ സമയത്ത് ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പക്ഷേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നിലവിൽ ഈ പ്രശ്നം ഇപ്പോഴും തുടരുകയാണ്. വേദനിപ്പിക്കുന്ന വാർത്തയാണ് അഖില. അജിത്ത്, ഇത് ജനവാസ മേഖലയാണെന്ന് മനസ്സിലാക്കുന്നു. മുൻപും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ വനപാലകരുടെ ഭാഗത്ത് നിന്ന് അന്ന് നടപടികളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ എന്തൊക്കെ വിശദാംശങ്ങളാണ് വനപാലകർ നൽകുന്നത്? അഖില, വനപാലകർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം, അവർ കൃത്യമായി ശ്രമങ്ങൾ നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ ആന തന്നെ കുറേ ദിവസങ്ങളായി ഈ പ്രദേശത്തുണ്ടായിരുന്നില്ലാത്തതെന്ന് മാത്രമല്ല ആനയെ നിരീക്ഷിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ ആന വീണ്ടും ഈ പ്രദേശത്തേക്ക് എത്തുകയും നീണ്ട ശ്രമത്തിനൊടുവിലാണ് RRT സംഘം ഉൾപ്പെടെ ഈ ആനയെ ഫോറസ്റ്റ് കയറ്റിയത്, അതായത് വനത്തിലേക്ക് കടത്തിവിട്ടത്. പക്ഷേ ഈ ആന തിരിച്ചിറങ്ങി വരുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം. അതായത് ആനയെ കാട് കയറ്റുന്നു, അത് തിരിച്ചിറങ്ങി വരുന്നു എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വീണ്ടും ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. അതായത് ആനകൾക്ക് വഴി മനസ്സിലായാൽ, റൂട്ട് മനസ്സിലായാൽ വീണ്ടും ആനകൾ എത്തുന്ന സാഹചര്യമാണുള്ളത്. അതെങ്ങനെ തടയും എന്നുള്ളത് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത്. പക്ഷേ അതൊന്നും ഒരു ജീവന് മറുപടിയല്ല. കാരണം ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതേ പ്രദേശത്ത് ഏപ്രിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. ഏതാണെങ്കിലും വലിയ വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ്. നമുക്കറിയാം, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പാലക്കാട് വലിയ തരത്തിലുള്ള കാട്ടാനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നീണ്ട കാലമായി തുടരുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതും സ്വന്തം വീടിന്റെ മുറ്റത്ത് വെച്ചാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നതും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. പാലക്കാട് മുണ്ടൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം, ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത്. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.